ടൊവിന സമ്മതിച്ചോ നായികയൊക്കെ നായികയാക്കാൻ? അല്ല, ടൊവിന അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല. ഞാൻ വെറുതെ നമ്മൾ ചോദിക്കുമല്ലോ. അപ്പം ഇപ്പോൾ തൃശ്ശയൊക്കെയാണ് നായിക. ഒന്നും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇല്ല ബ്രോ, അതിന് ഞാൻ വേറെ 2 ആൾക്കാരെ ഇറക്കുന്നുണ്ട്. അയാൾ കട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ മാണിക്യം അത്രയും പ്രധാനപ്പെട്ട ഒരാളായിരിക്കും. വെറുതെ പോയി അങ്ങ് കട്ടെടുത്തു തരില്ല. അയാൾ മെനക്കെട്ടിട്ട് മോഷ്ടിച്ചതായിരിക്കും. ഞാൻ തുറന്ന് അതിനകത്തുനിന്ന് ബാത്റൂമിൽ നിന്ന് ഡ്രസ്സ് ഇതൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴാണ് കാരവാൻ്റെ ഡ്രൈവർ ഇവരാണ്. അയാൾ വന്നിട്ട് അന്ന് പറഞ്ഞ ചീത്ത എൻ്റെ ജന്മത്ത് മറക്കൂല. അത്രയും പറഞ്ഞത് അന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ണുനീരല്ല വരുന്നത്, നമ്മളെ കണ്ണിൽ നിന്ന് ചോര പൊടിയുന്നത് പോലുള്ള ഒരവസ്ഥ വരും. എനിക്കും എപ്പോഴെങ്കിലും ഒരു കാരവാൻ ഉണ്ടാവുന്ന ഒരു കാലം ഉണ്ടാവും. ഇപ്പം ഉണ്ട് കേട്ടോ. സുരഭി, ഈ ഓണക്കാലം സുരഭിക്ക് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. തീർച്ചയായും അല്ലെ, മലയാളത്തിൽ തന്നെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു സിനിമയിൽ പ്രധാനപ്പെട്ട റോളുകൾ ഒന്നാണ് ചെയ്യുന്നത്. അതെ, എന്താ ഇപ്പൊ തോന്നുന്നത്? അതായത് ഇതൊരു ഓണ സമ്മാനമായിട്ടാണ് തോന്നുന്നത്. ARM എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഓണചിത്രങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതും അങ്ങനെ ഇത്ര പോലത്തെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലും ഇങ്ങനെ ഇത്രയും വലിയൊരു വേഷവും ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല. അതായത് ഇത്ര വലിയ സ്കെയിലല്ല. ഇത് മലയാള സിനിമയിലും ഇത് അങ്ങനെ ഒരു 3D എന്നൊക്കെ പറഞ്ഞിട്ട് മൈഡിയർ കുട്ടിച്ചാത്തനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ആലോചിക്കുമാണ് ഞാനും ഒരു 3Dയിൽ അഭിനയിച്ച്. നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ വലിപ്പം നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. ഇപ്പൊ ചിന്തിക്കുമ്പോൾ ശരിയാണ്, നമ്മൾ ഇത്രയും വലിയൊരു സിനിമേൻ്റെ ഒരു ഭാഗമായി, ഒരു ചരിത്രത്തിന്റെ ഭാഗമായി. കാരണം മറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ ചിലപ്പോൾ ഒരു നടൻ വാങ്ങിക്കുന്നൊരു പൈസയായിരിക്കും നമ്മളുടെ ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പൈസ കൊണ്ട് നമ്മൾ ഇത്രയും വലിയൊരു സിനിമ ഇതിൻ്റെ ആളുകൾ അണിയറ പ്രവർത്തകർ എടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളും എത്തി എന്നുള്ളത് നമുക്കൊരു ഭാഗ്യമായിട്ട് തോന്നും. ഇപ്പം സുരഭിയെ ഞാൻ വിളിക്കാൻ കാരണേ, ടൊവിനോടെ പ്രൊമോഷൻ ഷൂട്ടുമായി ബന്ധപ്പെട്ട് ടൊവിനെ കണ്ടപ്പോൾ ടൊവി പറഞ്ഞു സുരഭി ഗംഭീരമായി സിനിമയിൽ ചെയ്തിട്ടുണ്ട്. കാരണം ടൊവിനോയെ പോലും ഞെട്ടിച്ചു, അങ്ങനെയുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം, അത്ര നന്നായി ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതും 2 പ്രായത്തിൽ വരുന്ന ക്യാരക്ടേഴ്സ്. ഇപ്പോൾ സിനിമ ഇറങ്ങി ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേ ഭയങ്കര സ്പെഷ്യൽ ഒരു ഓണക്കാലം, ഓണം റിലീസ്, ഒരു വലിയ സിനിമ, അതും തുടങ്ങുമ്പോൾ തന്നെ ഹൈപ്പുള്ളൊരു സിനിമ. അതിൽ സുരഭിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക, എന്താ ഒരു അത് ടൊവിനോനോട് ആദ്യം തന്നെ താങ്ക്സ് പറയണം. കാരണം നമ്മളൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യണം എന്നില്ല. വേണമെങ്കിൽ ചെയ്യാതിരിക്കാം, അവരും ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു പേരിൽ കൂട്ടി പറയാം. പക്ഷെ നമ്മളെ പെർഫോമൻസിനെ അദ്ദേഹം ആ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് നോക്കി കാണുകയും അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം വേണമെങ്കിൽ ഇൻ്റർവ്യൂവിൽ പറയാം. അതല്ലാതെ ഇപ്പം നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷം. താങ്ക് യു ടൊവി. ഇതിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ഒരു ആക്ടർ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു 3 ക്യാരക്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ടൊവിനോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാവാൻ പാടില്ല. 3 ക്യാരക്ടറാണല്ലോ കുഞ്ഞിക്കേളു കണ്ടിട്ടുണ്ടല്ലോ. മണിയൻ, അജയൻ, ഇതില്ല. അതിൽ മണിയൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വെല്ലുവിളിയുള്ളൊരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു. എല്ലാം ഒരേപോലെ തന്നെയാണ്, എന്നാൽ കൂടി നമുക്ക് കണ്ടപ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലും നോട്ടത്തിലും പൊസിഷനിലും ഒക്കെ തന്നെ വേറെ വേറെ ഒരു രീതിയിലാണ്. അപ്പോൾ അപ്പം ഞങ്ങൾ ഇരുന്ന് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയെ കുറിച്ചൊക്കെ സംസാരിക്കും. ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്കൊരു തിയേറ്റർ ആക്ടറിൻ്റെ കൂടെ പെർഫോം ചെയ്യുന്നത് പോലെ തോന്നുന്നു ടൊവി എന്നുള്ളത് ഞാൻ അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പക്ഷെ ഞാൻ അമ്മൂമ്മയായിട്ടുള്ളതൊന്നും ടൊവിനോ കണ്ടിട്ടില്ല. കുഞ്ഞജയൻ്റെ കൂടെയാണല്ലോ ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ആ 2 വ്യത്യാസം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയതായിരിക്കും. എന്തായാലും കൂടുള്ള ഒരു ആക്ടേഴ്സിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും അല്ലെങ്കിൽ അവരോട് നല്ലതാണ് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. പല സിനിമയിലും നായികമാരും പിന്മാറിയിട്ടായിരിക്കും സുരഭിക്ക് ചിലപ്പോൾ എത്തുക എന്നുള്ള കാര്യം. പക്ഷെ ഇതിലേക്ക് സുരഭിയുടെ കാസ്റ്റിംഗ് എങ്ങനെയാണ്, അത് ഞങ്ങൾക്ക് ചോദിച്ചിരുന്നോ? ഇല്ല, അത് ഞാൻ ചോദിച്ചില്ല. പക്ഷെ എന്നതിന്റെ മൊയ്തീൻ നടക്കുന്ന സമയത്താണ് ഞാൻ ജിതിന്റെ അടുത്ത് ചാൻസ് ചോദിക്കുന്നത്. അന്ന് ജിതിൻ ഏടിയായിരുന്നു. അപ്പൊ ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഈ കഥ പറയല് ടൊവിനോയും ഹരീഷ് ഉത്തമനും ഒക്കെയാണ്. കാരണം അവർ പഠിച്ചു കഴിഞ്ഞു, പല ഇന്റർവ്യൂവിലും പോയിട്ട്. അപ്പൊ കാത്തിരുന്നു എന്നുള്ള ആ പാട്ടില്ലേ, അപ്പൊ അതില് ഞാൻ ആ മൊന്തയിൽ ഒരു കത്തെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നു, ആ സ്റ്റെയറിൽ പാർവതിക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അവിടെ ആളെ നോക്കാൻ വേണ്ടിയിട്ട് ജിതിനാണ് നിൽക്കുന്നത്. അപ്പൊ അവനെ കണ്ടപ്പോ അവന്റെ മട്ടുമാതിരി ഒക്കെ കണ്ടപ്പോ ചിലപ്പോ പടം എടുത്താലോ ചോദിച്ചേക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പോയിട്ട് നീയൊക്കെ പടം എന്നെ വിളിക്കുമെന്ന് ചോദിച്ചാൽ വിളിക്കുമെന്ന് വെറുതെ വിട്ടു. പിന്നെ തിരുവനന്തപുരത്ത് ഒരു മാളിൽ കണ്ടപ്പം
ഒരു കാർട്ടൂണൊക്കെ പോലത്തെ ഒരു പോസ്റ്റർ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ദേ ബ്രോ ഞാൻ പടം എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ, അത് എൻ്റെ 2ാം മോഷണം എന്നാ പടത്തിൻ്റെ പേര്. അങ്ങനെ ഭയങ്കര ഒരു അഴിഞ്ഞ താളത്തിലാണ് പുള്ളി പറയുക. അപ്പം ബ്രോ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, ആസ് യൂഷ്വൽ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ പ്രാരാബ്ദവും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് ഇനി എന്തൊക്കെയാണ് ഞാൻ ഇനി തലയിലേറ്റേണ്ടത് എന്ന് വിചാരിച്ച് നിന്നതാണ്. അപ്പോൾ പിന്നെയാണ് വിളിച്ച് പറയുന്നത്, ഇങ്ങനെ ഒന്ന് ഓഫീസിലേക്ക് വരുമോ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ചെന്ന് എൻ്റെ അടുത്ത് ചെറുതായിട്ട് കഥയൊക്കെ ഒന്ന് നറേറ്റ് ചെയ്ത് തന്നു. പിന്നെ ആ പ്രീവിഷ്വൽ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നപ്പോൾ രസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്ക്രിപ്റ്റ് അയച്ചിട്ടാണ് പ്രിൻ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിയും എനിക്ക് പ്രിൻ്റ് കൊണ്ട് തന്നു. അങ്ങനെ അത് വായിച്ച് നോക്കിയപ്പം നമുക്കുള്ള അപ്പം ഞാൻ ഞെട്ടി. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നല്ല രസമുണ്ട് ടൊവിനോൻ്റെ ഞാൻ ഇതൊക്കെ ചിലപ്പോൾ ലാസ്റ്റ് നിമിഷമൊക്കെ മാറിയേക്കാം, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ച് ടൊവിനോ സമ്മതിച്ചോ നായികയാക്കാൻ? അല്ല, ടൊവിനോ അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല. ഞാൻ വെറുതെ നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ തൃശ്ശിയൊക്കെയാണ് നായിക, ഒന്നും കൂടെ ആലോചിച്ചിട്ട് ഇപ്പോൾ ഇല്ല ബ്രോ, അതിന് ഞാൻ വേറെ 2 ആൾക്കാരെ ഇറക്കുന്നുണ്ട്. തെലുങ്കിന്ന് കൃതി ഷെട്ടി വരും, ചെന്നൈന്ന് ഐശ്വര്യ രാജേഷ് വരും. ബ്രോ അഭിനയിച്ചാൽ മതി, അഭിനയിക്കാൻ ഞാൻ ബ്രോനെ എവിടുന്ന് വിളിക്കുന്നത് എന്നാണ്. അവരഭിനയിക്കില്ല എന്നല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. ബ്രോക്ക് 2 കാര്യങ്ങൾ കുറച്ചധികം അതിനേക്കാൾ കൂടുതൽ ചെയ്യാനുണ്ട്, അപ്പം പണിയെടുക്കാനുണ്ട് അമ്മൂമ്മയൊക്കെ ആയിട്ട്. അപ്പോൾ ബ്രോ പണി തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ മണിയൻ്റെ ക്യാരക്ടർ ആദ്യം പഠിച്ചു, മണിയൻ എന്താണ് എന്നുള്ളതൊക്കെ. അപ്പം എൻ്റെ പേരിൽ തന്നെ ഉണ്ട് മാണിക്യം എന്നാണല്ലോ ആ പേര്. അപ്പം മാണിക്യം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? അങ്ങനെ അധികാരം കണ്ടിട്ടില്ലെന്നു. അപ്പൊ അത് നാഗമാണിക്യം എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടല്ലോ. അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള, അതങ്ങനെ വളരെ ആർക്കും എടുക്കാൻ പറ്റാത്ത അങ്ങനെയൊക്കെ ഉള്ള ഒരു വളരെ വിലപിടിപ്പുള്ള ഒരു രത്നല്ലേ. അപ്പൊ അതാണ് നമ്മളുടെ പേര്. പിന്നെ മണിയൻ എന്ന് പറയുന്ന കള്ളൻ ആ നാട്ടിൽ ഒരാൾക്കും പിടിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഇവിടെ മണിയടിച്ച് അവിടെ കട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കള്ളൻ എന്ന് പറയുമ്പോൾ അയാൾ കട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ മാണിക്യം അത്രയും പ്രധാനപ്പെട്ട ഒരാളായിരിക്കും. വെറുതെ പോയി അങ്ങ് കട്ടെടുത്തു തരില്ല, അയാൾ മെനക്കെട്ടിട്ട് മോഷ്ടിച്ചതായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സ്ത്രീ എന്ന് പറയുമ്പം മണിയനേക്കാളും എന്തുകൊണ്ടും കുറച്ചും കൂടിയും ഇതായിട്ട് നിൽക്കുന്ന ആരാധന തോന്നുന്ന സ്ത്രീ ആയിരിക്കണം. അപ്പം മണിയൻ എന്തെല്ലാം വിദ്യകൾ അറിയാം, അതിനേക്കാൾ കുറച്ചധികം എനിക്ക് അറിയേണ്ടിയിരിക്കുന്നു. സിനിമയിൽ ഇതുങ്ങളൊന്നും കണ്ടില്ലല്ലോ, ഒന്നും കാണൂല. അതൊരു ആക്ടറിന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് എനിക്ക് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതെടുക്കൂല. കൂട്ടുകൂടാൻ അല്ല, മോൻ്റെ അടുത്ത് അജയന്റെ അടുത്ത് പറയണ്ടല്ലോ, കൂട്ടുകൂടാൻ എപ്പോഴും നല്ല കാക്കയും പൂച്ചയും ഒക്കെ തന്നെയാടാ എന്ന് പറയുന്നത്. അപ്പൊ ആ കാക്കയെ വരെ അവർക്ക് ഇങ്ങനെ നോട്ടം കൊണ്ട് വശീകരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇതിലുള്ളൊരു ഒരാളാണ് മാണിക്യം. അപ്പം ഞാൻ തിയേറ്ററിൽ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്റർ ഇതായതുകൊണ്ട് എൻ്റെ അധ്യാപകരുണ്ട്. വിനോദ് മാഷ് കാലടിയിൽ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ എന്നെ ഡിഗ്രി മുതൽ തിയേറ്റർ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. പിന്നെ അതുപോലെ ജ്യോതിഷേട്ടൻ, ജ്യോതിഷംജി, അദ്ദേഹത്തിന് ഇവർ 2 പേരുടെയും ആക്ടിങ് വർക്ക്ഷോപ്പുകളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാടകം ചെയ്തിട്ടില്ലെങ്കിലും വർക്ക്ഷോപ്പ് പോയിട്ട് ഇങ്ങനെ അറ്റൻഡ് ചെയ്യും. ചിലപ്പോൾ ചെയ്തത് തന്നെയായിരിക്കും, അതെന്നെ വീണ്ടും ചെയ്യുമ്പോഴും നമുക്കൊരു പുതുമയുണ്ടാവും. അപ്പോൾ വിനോദ് മാഷിൻ്റെ അപ്പോൾ ആ സമയത്ത് ഒരു തോട്ട്സിൻ്റെ ഫ്രെയിം ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കറക്റ്റ് മാണിക്യം കയ്യിൽ കിട്ടിയപ്പം അവരുടെ ചിന്തകളെ മാണിക്യത്തിന് വെച്ചിട്ടാണ് ഞാൻ ആ വർക്ക്ഷോപ്പ് ചെയ്തത് എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടിയും ആഴത്തിൽ അത് ഈ സ്ക്രീൻ ഏജ് എന്നുള്ളത് സുരഭിക്ക് എപ്പോഴും കൂടുതലായിരുന്നു അല്ലേ? സുരഭിയുടെ പ്രായത്തെക്കാൾ വലിയ പ്രായമുള്ള റോളുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതിൽ അമ്മുമ്മയാവുന്നുള്ളത് സുരഭി അതാകും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൊരു, അതെങ്ങനെയാ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാ? എന്നിട്ട് ഇതും പറഞ്ഞ ഇനി സകലമായ സിനിമയിൽ അമ്മമ്മേനെ വിളിക്കരുത് എന്ന് അറിയുന്നു. അല്ല, അതാകുമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തോട്ടുകളാണ്, ചിന്തകളാണ്. ഇപ്പം നമ്മളുടെ ഒരു ചിന്ത, നമുക്കൊരു 65 വയസ്സുള്ള അമ്മൂമ്മയുടെ ചിന്തയിലേക്ക് എങ്ങനെ പോയാലും എനിക്കിപ്പോൾ പറ്റൂല. കാരണം നമ്മൾ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളിലൂടെയാണ് നമ്മളുടെ ഒരു 65, അതായിരിക്കില്ല നിങ്ങളുടെ 65. നമ്മൾ കടന്നു പോകുന്ന ജീവിതങ്ങൾ, നമ്മുടെ എപ്പിസോഡ്സ് ഒക്കെ വേറെ വേറെ തന്നെയായിരിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന സോഴ്സിലൂടെ ആ സ്ക്രിപ്റ്റിൽ അതിൻ്റെ സൂചനകൾ ഉണ്ടാവും. അപ്പം ആ സൂചനകളിൽ പിടിച്ചിട്ട് വേണം നമ്മൾ ഇവരുടെ ഈ 60കളിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം അവർക്ക് അവരുടെ സൈക്കോളജിപരമായിട്ട് അവർ സമൂഹത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ സമൂഹം അവരെ എങ്ങനെ നോക്കിക്കാണുന്നു, പിന്നെ അവർക്കുള്ള എല്ലാത്തിനോടുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡുകൾ നമ്മളുടെ അനുഭവത്തിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് ഈ കഥാപാത്രത്തിൻ്റെ ലേക്ക് അറിഞ്ഞോ അറിയാതെയോ റൈറ്റർ ഇടുന്ന
സൂചനകളിൽ ഇതിൽ നിന്നാണ്. അപ്പൊ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയൊരു കർത്തവ്യം. അപ്പൊ അത് കണ്ടെത്തിയിട്ട് നമ്മൾ ആ റൈറ്ററിന്റെ ഉള്ളിലാണ് ഈ ക്യാരക്ടർ ആദ്യം തന്നെ ഉണ്ടാകുന്നത്. അപ്പൊ റൈറ്ററുമായിട്ട് നമ്മൾ സംസാരിക്കണം. അത് സിനിമ സെറ്റിലെത്തുന്നതിന് മുന്നേ എല്ലാം ക്ലിയർ ആയിരിക്കും. അവിടെ ചെന്നിട്ട് പിന്നെ അത്തരത്തിലുള്ള ഡിസ്കഷനോ അല്ലെങ്കിൽ എനിക്കത് ഇതാവുന്നില്ല അത് അങ്ങനത്തെ ഉള്ള ഒരു കാര്യവും ഞാൻ പറയാറില്ല. അപ്പൊ അവിടെ അങ്ങനെ പറഞ്ഞിട്ട് നമുക്കത് ഓക്കെ അല്ല എന്ന് തോന്നിയാൽ നേരത്തെ പറഞ്ഞതുപോലെ അവർ പറയുന്നത് അഭിനയിച്ചിട്ട് തിരിച്ചു പോരും. അവിടെ നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ നമുക്ക് പറ്റാത്ത നിസ്സഹായ അവസ്ഥയിൽ ഒരു മിനിമം ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ, അത് ചെയ്തിട്ട് പോരും. അല്ലാത്തടത്തേ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് റൈറ്ററും ഡയറക്ടറും അതിനോട് നമുക്ക് നിൽക്കുന്ന ആൾക്കാരും കൂടി ആയിരിക്കണം. അപ്പൊ ആ ഒരു ചർച്ചയ്ക്കുള്ള സ്പേസ് ഉള്ളിടത്തൊക്കെ നമുക്ക് ഇതേപോലെ നമുക്ക് ആവാൻ പറ്റും. ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ സുരഭിയുടെ നരിക്കുനി കഥകളെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോ സുരഭി എന്ത് വന്നാലും ആർട്ടിസ്റ്റ് ആകും എന്ന വാശിയുള്ള ആളായിരുന്നു കേട്ടിട്ടുണ്ട്. ഈ നരിക്കുനിക്കാരെ ബ്രേക്ക് ഡാൻസ് പരിചയപ്പെടുത്തിയത് പോലും സുരഭിയാണെന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. അതെ, അവിടുത്തെ പ്രഭുദേവയായിരുന്നു ഞാൻ. അതല്ലേ? പക്ഷെ അന്ന് പ്രഭുദേവയെ ഞാൻ കണ്ടിട്ടില്ല. മുക്കാബില എന്നുള്ള പാട്ട് ഞാൻ ടി.വിയിൽ കണ്ടിട്ടില്ല. അല്ലാണ്ട് തന്നെ ഡാൻസ് ചെയ്യായിരുന്നു. അത് ഞങ്ങളുടെ അവിടെയുള്ള കുറച്ച് അന്നത്തെ നമ്മളെല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ കുറച്ച് ആൾക്കാർ, ഒരു യോയോ ടീം ചേട്ടന്മാരുണ്ടാവല്ലോ, അവരാണ് ടൗണിൽ പോയിട്ട് സിനിമ കണ്ടിട്ട് വരുന്നത്. അപ്സരയിലും ബ്ലൂ ഡയമണ്ടിലും ഒക്കെ പോയിട്ട് സിനിമ കണ്ടിട്ട് കൈരളിയിലൊക്കെ പോയി സിനിമ കണ്ടു വരുന്ന ചേട്ടന്മാരാണ്. അവരാണ് ഈ കല്യാണ വീട്ടിലും അല്ലെങ്കിൽ ക്ലബിലും ഒക്കെ ഇങ്ങനെ ആ വലിയ ഇപ്പോഴത്തെ സ്റ്റൈലാണല്ലോ അന്നത്തെ അന്നത്തെ സ്റ്റൈലാണ് ഇപ്പൊ. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ ഒരു കുരിശിന്റെ കമ്മലൊക്കെ ഇട്ടിട്ടൊക്കെ നടക്കുന്ന ചേട്ടന്മാരാണ്. അപ്പൊ ഞാൻ കുറച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നത് കൊണ്ട് ഡാൻസ് പറഞ്ഞ കളിക്കുന്നതും ഉണ്ട്. അപ്പോൾ ആ ചേട്ടന്മാര് പഠിപ്പിച്ചിരുന്ന സ്റ്റെപ്പാണ്. അപ്പൊ അത് ഇപ്പോഴാണ് അതായിരുന്നു അതിന്റെ കറക്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായത്. മുക്കാബില ഓലയില ഇത് കളിക്കാൻ ഞങ്ങൾക്ക് അവസരമില്ല. അപ്പം ഞങ്ങളുടെ അവിടെ 2 പാരൽ കോളേജ് ഉണ്ടായിരുന്നു, പ്രഗതി കോളേജ് അതുപോലെ തന്നെ ജ്യോതി കോളേജ്. അപ്പൊ ഇതിനൊക്കെ ഈ അരമതിലേ ഉണ്ടാവുള്ളൂ, ബാക്കി മോള് ഇങ്ങനെ ഇതായിട്ടില്ല. ഇവരുടെ കോളേജ് ഡേ ഉണ്ടാകുന്ന സമയത്ത് ഈ ഭയങ്കര ആഘോഷവും സ്റ്റേജൊക്കെ കെട്ടിയിട്ട് വയലൊക്കെ ഒക്കെ നാടിൻ്റെ ഒരു ഇതുപോലെ തന്നെയാണ്. അപ്പം ഞങ്ങൾ സ്റ്റേജിൻ്റെ ബാക്കിൽ പോയിട്ട് അവിടുത്തെ സാറുമാരോട് മാഷേ, അബൂബക്കർ മാഷ്, മനോജ് മാഷ് അവരൊക്കെ അടുത്ത് പോയിട്ട് ഗോപാലകൃഷ്ണ മാഷോടൊക്കെ പോയി ചോദിക്കും, മാഷേ ഞാനൊരു ഡാൻസ് കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കോളേജിൽ നിന്ന്. ഞങ്ങൾ അവിടെ ആരുമല്ല, ഞങ്ങൾ നരിക്കുനി UP സ്കൂളിൽ പഠിക്കുന്ന ലാക്കൽസ്. എന്നിട്ട് ഞാനും എൻ്റെ കുറച്ച് പരിവാരങ്ങളും ഉണ്ടാവും എന്നെ അന്നേ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി പോയി ചോദിക്കുമ്പോൾ കളിക്കാന്ന് പറഞ്ഞിട്ട് ആണ് ഞാൻ പോയിട്ടാണ് ചോദിക്കുന്നത്, അറിയാം ഞങ്ങളൊരു ഡാൻസ് കളിക്കട്ടെ. അപ്പൊ ഈ ഉച്ച സമയത്ത് ഇവർക്ക് കുറച്ചൊരു ബ്രേക്ക് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ആണ് നരിക്കുനിയുടെ യുവകലാകാരി അവതരിപ്പിക്കുന്ന ബ്രേക്ക് ഡാൻസ് മുക്കാബില. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ദിനേശ് ഏട്ടൻ ഇപ്പോഴും അദ്ദേഹത്തിന് ആ ശബ്ദമാണ് നരിക്കുനിയുടെ യുവകലാകാരിയുടെ നൃത്തം മുക്കാബില അല്ലെങ്കിൽ ജുംബ എന്ന നൃത്തച്ചുവടുകളുമായി സുരഭി. അപ്പൊ അതിന് കാസറ്റ് നമ്മളെ കയ്യിൽ കാസറ്റ് ഉണ്ട്, നമ്മൾ അതും കൊണ്ടാണ് പോവുക. അത് അവിടെ ഇടുന്നു, അപ്പൊ തന്നെ മേക്കപ്പ് ചെയ്യുന്നു. പക്ഷെ അവിടെ എനിക്ക് ഡാൻസ് പഠിപ്പിച്ചെന്ന് സിൽന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്തയാണ്. ഇപ്പത്തെ TV തന്നെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരിയാണ് എൻ്റെ നൃത്താധ്യാപിക. അവരാണ് സിൽക്ക് സ്മിതയുടെ ഡാൻസ് എനിക്ക് പഠിപ്പിച്ചത്. അപ്പൊ ആലോചിക്കണം. പക്ഷെ ആ സ്റ്റെപ്പൊക്കെ എങ്ങനെ ഇപ്പൊ കാണുമ്പോ അതിന്റെയൊക്കെ ഏകദേശം സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരു കല്യാണം അതിൽ നിങ്ങൾക്ക് കണ്ടറിയാം എന്റെ ആത്മാർത്ഥത. ആ ഒരു 4 വരി അക്കരെ നിക്കണ ചക്കര ഇതിങ്ങനെ അവിടെ ഞാനത് ഇപ്പൊ റൈഫിൾ ക്ലബ്ബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാണി ചേച്ചിക്ക് അത് കാണിച്ചു കൊടുത്തു. എന്റെ പൊന്നു സുരഭി, നിന്റെ ആത്മാർത്ഥത കൊണ്ട് ആ തെങ്ങ് വരെ ചരിഞ്ഞു പോയല്ലോ. അപ്പൊ അതുപോലെ നമ്മൾ പോയിട്ട് ചോദിച്ച് ഡാൻസൊക്കെ കളിക്കും. പിന്നെ ഞങ്ങൾക്ക് അവിടെ സിനിമാറ്റിക് ക്ലാസിക്കൽ ഡാൻസ് ഒന്നും അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചേളന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് കുമാരസ്വാമി സത്യവ്രത മാഷിൻ്റെ അടുത്ത് പോയിട്ട് വേണം ഇത് പഠിക്കാൻ. ഞാൻ തന്നെ പോയിട്ട്, ഞാനും നമ്മളെ കൂട്ടുകാരെല്ലാവരും തന്നെ പോയിട്ട് പഠിച്ചതാണ്. 4ാം ക്ലാസ്സിൽ പോയി പഠിക്കും. അപ്പോൾ അതിൻ്റെ വീടിനടുത്തുള്ള ഒരു വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടൻ, അദ്ദേഹം മരിച്ചുപോയി. അപ്പം മുപ്പര് ഇങ്ങനെ എന്നെ കണ്ടു പറഞ്ഞു, ഇങ്ങനെ നിനക്ക് നല്ല താളവും നല്ല അഭിനയവും ഒക്കെ ഉണ്ട് നിന്റെ. അപ്പോൾ ഓരോരുത്തരും നമ്മളെ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളുടെ ഒരു എന്തോ ഒരു ഭാവി കാണുകയൊക്കെ ചെയ്യുന്ന പോലെ
ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അങ്ങനെയൊക്കെ അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഉണ്ട്, നീ ഓട്ടം തുള്ളൽ പഠിക്കണം, ക്ലാസിക്കൽ ആയിട്ടുള്ള ഡാൻസ് പഠിക്കണം, ഇതൊന്നും അല്ല കുറച്ചും കൂടി ക്ലാസിക്കലായിട്ട്. എന്താണ് ഈ ക്ലാസിക്കൽ എന്നുള്ള രീതിയിലാണ് ഭരതനാട്യത്തൊക്കെ പോയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ, അതായത് ഞങ്ങളാണ് നാടോടി നൃത്തമുണ്ട്, സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, കപ്പിൾ ഡാൻസ്, ബ്രേക്ക് ഡാൻസ്, ഈ 4 ഡാൻസിനാണ് ഞങ്ങളെ സ്കൂളിൽ വരെ മത്സരമുള്ളത്. എന്നിട്ട് പിന്നെ സബ് ജില്ലയ്ക്ക് പോകുമ്പോൾ മാത്രമാണ് ഡാൻസ് ഇത് വെച്ചിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് പഠിക്കുന്നത്. അപ്പൊ അന്ന് തുടങ്ങി ഡാൻസ് പഠിക്കാൻ വേണ്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ജോലി വേഗം കിട്ടണം എന്നുള്ള ഒരു ഇതായി. അങ്ങനെ ഞാൻ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് +2 പോകാതെ BHSC പോയിട്ട് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പഠിച്ച് ഒരു അസിസ്റ്റന്റ് മൃഗ ഡോക്ടറായിട്ടിരിക്കാം എന്ന്. ഡോക്ടർ ആവാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ തൊട്ട് താഴെ ഇരിക്കാം. ഡോക്ടർ ഇല്ലാത്ത സമയത്ത് ഡോക്ടറുടെ വിലയാണ് അത്. പിന്നെ കേരളത്തിൽ നിറയെ നിങ്ങളുടെ വീട് മൂന്നാറല്ലേ, അപ്പം എനിക്ക് മൂന്നാർ ആ ഭാഗത്തായിരുന്നു PSCൻ്റെ ഇത് കിട്ടിയത്. അന്ന് എനിക്ക് ഏതോ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ളതുകൊണ്ട് ഞാൻ PSC ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആയല്ലേ. പിന്നെ അതിന് പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡിഗ്രിക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിനടുത്തൊരു കള്ള് ഷാപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വഴിയിൽ ഞാൻ എപ്പോഴും പറയും, ഏതോ ഒരു കള്ളുകുടിയൻ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഭാവിയാണ് എൻ്റെ ഇതെന്ന്. ദേശാഭിമാനി പത്രത്തിൽ കണ്ടതാണ്. കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ BA ഭരതനാട്യത്തിന് 5 ഒഴിവ് കൂടിയെന്ന്. അങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഞാനും എൻ്റെ ചേച്ചിയും കൂടി രാവിലെ ട്രെയിൻ കയറി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ വൈകുന്നേരമായി. ഞങ്ങൾ വന്ന് അപ്പോൾ പറഞ്ഞ പോലെ തിയേറ്റർ എന്താണെന്ന് അറിഞ്ഞുകൂടാണ്ട് ഓപ്റ്റ് ചെയ്തു. കാരണം ഞാൻ ചെറുപ്പത്തിലൊക്കെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ട് സിനിമ കാണാൻ പോകുമായിരുന്നു. അന്ന് ഇവിടെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മളെ അവിടേക്ക് സിനിമ മുമ്പത്തെ കിലാഡിയൻ കാ കിലാടി. ആ കിലാഡിയൻ കാ കിലാടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഞാൻ അക്ഷയ് കുമാറിന്റെ കൂടെ പോയിട്ടിരുന്ന് അന്നും ഹിന്ദി അറിയില്ല, ഇന്നും ഹിന്ദി അറിയാത്ത ഞാൻ പോയിരിക്കുന്നുള്ളത്. പിന്നെ സുന്ദരി നീയും സുന്ദരൻ ഞാനും, കൊക്കരക്കോ കോക്കോ, ആ സിനിമ അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടിട്ടുള്ള സിനിമകളാണ്. രംഗീല സ്കൂളിൽ പഠിക്കുമ്പോൾ 4, 5 പഠിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ട സിനിമകളാണ് ആ സിനിമകൾ. അങ്ങനെ ഒറ്റയ്ക്ക് വിടുന്ന ഒന്നല്ല. ഞാൻ എൻ്റെ ഈ പറഞ്ഞ സില്ലത്താത്തയുടെ അനിയത്തി മോളിയുണ്ട്, അപ്പോൾ ഓളെ വിട്ട് കളിക്കാൻ പോവുകയാണ്, അല്ലെ വേറെ എന്തെങ്കിലും അങ്ങോട്ട് കൂട്ടുകാർ. ഇന്നല്ലേ നമ്മൾ കളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെ പോകണം, അന്ന് നമ്മൾ കളിക്കാനങ്ങ് പോയാൽ പിന്നെ അവിടെ പോയി ചോറും കൂട്ടാനും ഒരു പന്തലും പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവർക്കും അറിയാം അവിടെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ ഞാൻ അവളോട് പറയും, ഞാനൊന്ന് പോയിട്ട് വരാം, 2.5 മണിക്കൂറല്ലേ. ഞാൻ പേടിയൊന്നുമില്ലായിരുന്നു അപ്പോൾ? അന്നും പേടിയില്ല, എന്നും പേടി. തിയേറ്റർ പോലും നമുക്കൊരു പേരൻസ് ഇല്ലെങ്കിൽ എങ്ങനത്തെ ക്രൗഡ് ആണെന്ന് അറിയില്ല എന്നൊക്കെ ഒരു പേടി ചില സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ നാട്ടുകാരല്ലേ, എല്ലാവരും എനിക്കറിയാം. എനിക്ക് പേടി ഇന്നെ പൊരേൻ്റെ അടുത്തുള്ള ആൾക്കാരെ, പൊരേൻ്റെ അടുത്തുള്ള എന്നൊക്കെ നരിക്കുനിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നാട്ടിലെ സംസാരം പ്രാദേശികതമായിട്ട് വരും. അവിടെയുള്ള ആൾക്കാർ ആരെങ്കിലും കാണുമെന്നുള്ളത്. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പ്രസാദ് എന്ന് പറഞ്ഞ പ്രസാദ് കുട്ടിയേട്ടൻ, അപ്പോൾ ഞങ്ങൾ കുട്ടിയേട്ടൻ എന്നാണ് വിളിക്കുക. കുട്ടിയേട്ട ചില നോവലുകളിലൊക്കെ നിങ്ങൾ അങ്ങനെയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു സിനിമയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഞാൻ സിനിമ കാണാൻ പോയി എന്നുള്ളതാണ്. അപ്പം അത് 2 രൂപ 3 രൂപ 5 രൂപ അങ്ങനെയാണ് ആ ഫ്രണ്ടിൽ ബെഞ്ചിലുള്ളത്. അതുമ്പൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ കിട്ടും. അങ്ങനെ പോയിട്ട് കണ്ടതാണ്. പക്ഷെ അന്ന് സിനിമ നടിയാവുന്നൊന്നും വിചാരിച്ച് കണ്ടതല്ല. ഞാൻ ഇപ്പം ആലോചിക്കുമ്പോഴാണ് ഇതിനൊക്കെ ഓരോരോ നമ്മളെ ജീവിതത്തിൽ നടക്കുന്ന ഓരോന്നിനും ഓരോരോ നിമിത്തങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ അങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികൾ അങ്ങനെ 4 പഠിക്കുന്ന കുട്ടീനൊക്കെ വിടുവോ? ഇപ്പൊ പിന്നെ നമ്മൾ പോയാലും അന്നത്തെ കാലത്ത് ആലോചിക്കാൻ പറ്റില്ല അല്ലേ? നമ്മുടെ ആ കാലത്ത് നമ്മളെ കുട്ടികളെ എന്നെ എന്തോ ഒരു ആൺകുട്ടീനെ പോലെയാണ് വളർത്തിയതല്ലേ? വളർത്തിയത്. ഞാൻ ബോയ്ക്കട്ടായിരുന്നു. ഞാൻ 9ലോ 10ലോ എത്തിയപ്പോഴാണ് മുടി വരെ നീട്ടുന്നതും കാത് കുത്തുന്നതും ഒക്കെ. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു വിളവെത്തിയായിരുന്നു. എല്ലാരോടും വർത്താനം പറയുന്ന ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ഒരാളുണ്ടാവില്ലേ, ഉറിമലല്ലേ മണ്ണുമല് എന്ന് പറഞ്ഞ പോലെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ അങ്ങ് അയച്ചുവിട്ട. പിന്നെ ഞാൻ ഭയങ്കര സംസാരം ഇതൊക്കെ ആയിട്ട് സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് +1 അവിടെ ഉള്ള മാറ്ററിന്റെ പേര് നാഗമാണിക്യം എന്നായിരുന്നു. ഒരു സന്യാസ ജീവിതമുള്ള അവിടെയാണ് എന്നെ കൊണ്ടിടുന്നത്. എനിക്ക് വർത്താനം പറയാൻ പറ്റുന്നത്. അപ്പോൾ അവിടെയുള്ള കുട്ടികളും കുറച്ചൊരു ആ ഒരു മാനസികാവസ്ഥയിൽ. അപ്പോൾ ഞാനൊരു ശല്യം അവർക്ക്. പിന്നെ എന്ത് ചൊല്ലണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനകൾ നിർബന്ധമായിരുന്നു. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം എന്നൊക്കെ പറഞ്ഞ് ഭഗവത്ഗീതയും ഇതൊക്കെയാണ് ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റ് പ്രാർത്ഥന. വൈകുന്നേരം
സ്കൂൾ വിട്ട് വന്ന് 5 മണി മുതൽ 7 മണി വരെ പ്രാർത്ഥന, ഉറങ്ങുന്നതിന് മുന്നേ പ്രാർത്ഥന, ഇങ്ങനെ പ്രാർത്ഥന തന്നെ പ്രാർത്ഥനയായിപ്പോയി. അപ്പം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര വർത്താനായിട്ട് എന്നെ എന്നും പുറത്താക്കുക. ജയമാഷ് ക്ലാസ്സിൽ വന്ന് ഫസ്റ്റ് ചെയ്യുന്നത് സുരഭി സുജാ ബക്കർ പുറത്തേക്ക് വെക്കണം. സുജനെ പിന്നെ ഇരുത്തോള് പഠിക്കും, ഞാൻ പഠിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്നും ഫുട്ബോൾ കണ്ടിരുന്നതാണ് എൻ്റെ +2 മുഴുവൻ. കാരണം എല്ലാവർക്കും PT പീരീഡ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഫുട്ബോൾ നോക്കി ക്ലാസ്സിൻ്റെ പുറത്ത് ഒരു ചെവി അങ്ങോട്ട് വെക്കും, വേണമെങ്കിൽ പഠിക്കാന്നുള്ള രീതിയിൽ. ബാക്കിയുള്ളത് മുഴുവൻ ഫുട്ബോൾ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയായിരുന്നു ഒരു കാലം. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഞാൻ സംസാരം കുറച്ച് കുറഞ്ഞപ്പോൾ ഇതേ വിജയേട്ടനും ഇവരെയൊക്കെ പറഞ്ഞു, സുരഭിക്ക് ഭയങ്കര മാറ്റം, അവൾ ഇതല്ല ശരിക്കും, നിങ്ങൾ അവളെ അങ്ങനെ ചെയ്യരുത്, ഹോസ്റ്റലിൽ നിർത്തണ്ട, 1.5 മണിക്കൂറാണെങ്കിലും കുഴപ്പമില്ല, അവൾ ബസ്സിന് പോട്ടെ. പിന്നെ ബസ്സിലുള്ള ആൾക്കാർ, പോണ ആൾക്കാർ ഇപ്പോഴും എനിക്ക് മെസ്സേജ്, നിനക്ക് ഓർമ്മയുണ്ടോ സുരഭി, നമ്മൾ EMS ബസ്സിൽ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ, മെറീനയിൽ നമ്മൾ വൈകുന്നേരം തിരിച്ചു വരുന്നത്. ആ കണക്ഷൻ, ബസ് മേറ്റ്സ്, പിന്നെ ബസ് സ്റ്റാൻഡ് മേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ, അതിന് വേറെ അർത്ഥം നോക്കിയാറില്ല അവിടെ കാത്തുക്കുന്ന ആൾക്കാർ എന്നറിയുന്ന പോലെ എല്ലാവരും ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളാണ്. റിച്ച് ചൈൽഡ്ഹുഡ്. അതെ അതെ, ആൾക്കാരായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട്. ചൈൽഡ്ഹുഡ് മാത്രമല്ല കോളേജും ഇതൊക്കെ സുരഭിക്ക് ഒരു ഇൻഹിബിഷൻ ഇല്ലാതാക്കിയത് അല്ലേ? ഇപ്പൊ പെർഫോം ചെയ്യാനാണേലും ഒരു മടിയില്ലല്ലോ, സംസാരിക്കാൻ ഓക്കെ അങ്ങനെയാണ്, പക്ഷെ അല്ലാതെയും ആ എല്ലാ ഇൻഹിബിഷനും മാറ്റി കളഞ്ഞിട്ട് ആ ഷെല്ലിന്ന് പുറത്തു കൊണ്ടുവന്നത്. അതെ, അത് കൂടുതലായിട്ടും നാടകങ്ങളാണ്. നമ്മൾ ഓരോ നാടകങ്ങളും നമ്മളിങ്ങനെ പൊളിഞ്ഞു വരും. പിന്നെ തുടക്കം മുതലേ ഞാൻ അങ്ങനെ ഒരു ലൈസൻസ് ഇല്ലാത്ത നമ്മളങ്ങനെ എന്നെ അങ്ങനെ പിടിച്ച് നിർത്തിയിട്ടില്ല. തുടക്കം മുതലേ എന്നോട് അത് പറയരുത്, ഇത് പറയരുത്, അങ്ങനെയുള്ള ഒരു ഇപ്പം അതുകൊണ്ട് പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ആൺകുട്ടികളോട് ഇങ്ങനെ പെരുമാറി, പെൺകുട്ടികളോട് ഇങ്ങനെ പെരുമാറി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അത് അനുഭവിക്കാത്തത് കൊണ്ട് നമുക്ക് അത് അറിയൂല അതെന്തായിരിക്കും അങ്ങനെ എന്നുള്ളത് തോന്നും. അപ്പം ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ എന്നെ അന്ന് മുതലേ അറിയാതെ ഇങ്ങനെ ഫോം ചെയ്തതാണോ എന്നുള്ളത് പരുവപ്പെടുത്തി. അപ്പൊ കാലടിയിൽ എത്തിയപ്പോഴും സാറുമാർക്കും തിയേറ്ററിലെ സാറുമാർക്കും എന്നെ അടുപ്പിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അയ്യോ സുരഭി എന്നുള്ളൊരു അങ്ങനത്തെ ഓരോരോ, ഞാൻ ബഡ്സ് ഡേ ഒക്കെ ഉണ്ടാക്കും, കുറച്ച് ബഡ്സ് വാങ്ങിക്കൊണ്ട്, സാർ ഇന്ന് ബഡ്സ് ഡേ ആണ്, എല്ലാവരും ചെവിയിൽ തോണ്ടണം, VC ഒക്കെ കാറ് നിർത്തിച്ചിട്ട് ബഡ്സ് കൊടുത്തിട്ട്, സാർ ഇന്ന് ഹാപ്പി ബഡ്സ് ഡേ സാർ, നമ്മളെ ഇയർ എല്ലാം ക്ലീൻ ചെയ്യുന്ന ഡേ ആണ്. പക്ഷേ ബഡ്സിന്റെ മുകളിലാണ് എഴുതിയത് ഇത് ചെവിയിലിടുന്നതിന് ഹാനികരം, മദ്യത്തിന്റെ മുകളിലും ബഡ്സിന്റെ മുകളിലാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പം അത് ഈസിയുടെ ചെവിയിൽ വരെ ഇടിപ്പിച്ചിട്ട് വിട്ടിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെയുള്ള കുറേ, ഇപ്പം എൻ്റെ കൂട്ടുകാരൊന്നും വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുണ്ടാവില്ല, ഹോസ്റ്റലിൽ ഫീസൊന്നും അടയ്ക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. എന്ത് ചെയ്യും? ട്വിങ്കിൾ ഒരാഴ്ച അവധിയാണ്, അവളോട് എന്ന് വരുന്നു നോക്കി. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ലടി ഞാൻ 4 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ, ഇവിടെ പള്ളിപ്പെരുന്നാളാ. ഞാൻ പറഞ്ഞു ഓക്കെ, നീ ഇനി ആര് വിളിച്ചാലും കോളൊന്നും എടുക്കണ്ട കേട്ടോ എന്നാണ് വെച്ചിട്ട് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൊണ്ട്, ട്വിങ്കിളിന് എന്ത് അസുഖം ചെയ്യും? മഞ്ഞപ്പിത്തം, ജോണ്ടീസ്. എന്നിട്ട് പിരിവ് നടത്തും സാർ. ട്വിങ്കിൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ മഞ്ഞപ്പിത്തം വന്ന അവളുടെ അച്ഛനും സുഖമില്ല, അമ്മയ്ക്കും ഇതായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പം നമ്മൾ സുഹൃത്തുക്കളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പൈസ അവർക്ക് അയച്ചു കൊടുക്കാം എന്നുള്ളൊരു ഇത്, മെഡിസിനും ഹോസ്പിറ്റൽ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കയറിയിട്ട് ഞങ്ങളെ പിരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഹോസ്റ്റൽ ഫീസ് അടയ്ക്കും, ട്വിങ്കിളിൻ്റെ 2 മാസത്തെ അടയ്ക്കും, അല്ലെങ്കിൽ അവളെ ഞങ്ങളെ തൂക്കും. അങ്ങനെയൊന്നും ഒരു പ്രത്യേക തരം എന്നുള്ളതല്ല, അത്രയും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ പെട്ടെന്നൊരു 15-ാം വയസ്സിലോ 14-ാം വയസ്സിലോ ഒന്നും നമ്മൾ സിനിമയിൽ വന്ന് അത് മാത്രം ലോകമായിട്ടുള്ള ഒരാളല്ല. അപ്പം ഈ നാടകങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ചതും ഒരുപാട് പെർഫോം ചെയ്യാൻ പോയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെ ഒരു മടിയും ചമ്മലൊന്നുമില്ല. ഇപ്പം ഇന്നിപ്പോൾ സിനിമ ഇല്ല, നിങ്ങളിവിടെ ഇല്ല, ഞാനിപ്പോൾ ഈ റോട്ടിലേക്ക് ഇറങ്ങി നിന്നിട്ട് എനിക്കൊരു പ്ലേ ചെയ്യാൻ പറ്റും, ഒരു നാടകം ചെയ്യാൻ പറ്റും. വെറുതെ ആ ഒരു എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻ ഇംപ്രവൈസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. അതൊക്കെ ഈ എക്സ്പീരിയൻസ് കൂടി ഈ ഒരുപാട് നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം സിനിമയിൽ അങ്ങനെ ഒരു റോൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ഫിലിം മേക്കിംഗ് എന്നുള്ളൊരു പ്രോസസ്സ്? ഇല്ല. ആദ്യം ഞാനൊരു നല്ല നടിയാവാനുള്ള ഒരു ശ്രമം നടത്തട്ടെ, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. അപ്പം തിയേറ്റർ ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ല സിനിമ ചെയ്യാനുള്ളത്. പിന്നെ നാടകങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു
ഒരു എന്താ പറയുക ഒരു ലഹരി ചിലപ്പോൾ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുമോ എന്നുള്ളതും അറിയില്ല. അതിപ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്, നാടകത്തിൽ വേറെ തന്നെയാണ്. അപ്പം അത് കുറേ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, അങ്ങനെ എല്ലാ സാഹചര്യങ്ങളൊക്കെ ഒത്തുവരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്തെന്നും ഇരിക്കും. ഈ അത് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം ഗിരീഷ് പോത്തനും സുരഭിയൊക്കെ ഒരേ സമയത്ത് കാലടിയിൽ ഉണ്ടായിരുന്നു, പരിചയമുള്ള സുഹൃത്തുക്കളാണ്. ചോദിക്കാറില്ലേ ഒരു റോള്? ഇല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. എന്നോട് ഇങ്ങോട്ട് തന്നെ പറയും റോളില്ലാന്ന്. ആദ്യത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് ടുട്ടു വിളിച്ചിട്ട് പറഞ്ഞു, എടി ഞാൻ പടം ചെയ്യാൻ പോവുകയാണ്, പക്ഷെ നിനക്ക് ഇതിൽ റോളൊന്നുമില്ല കേട്ടോ പറഞ്ഞു. രണ്ടാമത്തെ സിനിമ പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്, നിനക്ക് ഇതിൽ റോളൊന്നുമില്ല കേട്ടോ പറഞ്ഞു. പോത്തനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏത് സമയത്തും എനിക്ക് ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന എൻ്റെ നല്ല സുഹൃത്തുക്കൾ. കാരണം ഞങ്ങളൊന്നും ആവാതെ ദിലീഷ് പോത്തൻ അല്ലെങ്കിൽ സുരഭി ലക്ഷ്മി എന്നുള്ള ഒരു പേരൊക്കെ ആവുന്നതിന് മുമ്പുള്ള ഞങ്ങളുടെ സൗഹൃദമാണ്. അത് പോത്തനും അങ്ങനെ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ, പോത്തൻ വലിയ കോടീശ്വരനാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ചോദിക്കണമെന്ന് തോന്നി. ഞാൻ എൻ്റെ വഴിയിൽ ഇതാവുന്നു. അതുപോലെ ഞങ്ങൾ നാഷണൽ അവാർഡ് ഒരേ വർഷം ഒരുമിച്ച് ഞങ്ങൾ ഒരേ വേദിയിൽ നിന്ന് വാങ്ങിച്ചാണ്. അതൊക്കെ എത്ര ക്ലാസ്മേറ്റ്സിന് കിട്ടും എന്ന് എനിക്ക് അറിയില്ല. ഇപ്പം ഈ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നിർണായക ഘട്ടത്തിൽ കൂടി കടന്നുകൊണ്ടിരിക്കുക, വല്ലാതൊരു ഉലച്ചിലുള്ളൊരു കാലഘട്ടമാണ്. അപ്പം സുരഭി എത്രയോ നാളുകളായി സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ സുരഭി എങ്ങനെയാണ് കാണുന്നത്? ഞാൻ നാടകത്തിൽ നിന്നും സിനിമയിലെ ഇത് വന്നാൽ, ഇപ്പം നാടകത്തിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ അവിടെ ഒരു പെൺകുട്ടീനെ അഭിനയിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു എന്തോ വലിയ സംഭവമാണ്. അപ്പം ഞങ്ങൾ വളയഞ്ചിറങ്ങര സുവർണ തിയേറ്റേഴ്സിൻ്റെ നാടകത്തിന്, കേരള സംഗീത നാടക അക്കാദമിയുടെ മത്സരത്തിനൊക്കെ പോകുന്ന സമയത്ത് നടിയായി എനിക്ക് മാത്രമേ ഓട്ടോറിക്ഷയുള്ളൂ. എനിക്കും ആര്യ ചേച്ചിക്കും ഓട്ടോറിക്ഷ വരും വൈകുന്നേരം. ഞാൻ എൻ്റെ നാടകത്തിൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. എല്ലാ നാടകത്തിൻ്റെ അനുഭവങ്ങളും അങ്ങനെയല്ല. നാടകം പുറത്തൊക്കെ സിനിമയെക്കാളും ഗംഭീരമായിട്ടുള്ള ഇതാണ്. നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ തിയേറ്റർ വരണമെന്ന് വലിയ ഒരു ആഗ്രഹമുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അന്ന് കാലടി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ ഉണ്ട്. ബോയ്സ് എങ്ങനെയാണ് വരിക എന്നറിയോ? അവർ അവസാനത്തെ ബസ് 5 മണിക്കുള്ള ബസ്സിന് വന്നിട്ട് തിരിച്ചു വരുന്നത് ആരുടെയെങ്കിലും സ്കൂട്ടറിലോ അല്ലെങ്കിൽ ലോറിയിൽ കയറിയിട്ട് വരും. ഞങ്ങൾ കാലടിയിൽ പല നാടകങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്ക് റൂമുണ്ടാവും. ഞങ്ങൾക്ക് ഇന്നെന്താ വേണ്ടത് എന്ന് ചോദിക്കും, ചപ്പാത്തി മീൻ കറി അല്ലെ ചപ്പാത്തി മീൻ പൊരിച്ചത് ഇതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കുണ്ട്. ഇവർക്ക് ഏറ്റവും കൂടുതൽ കഷ്ണമുള്ള സാമ്പാറിൽ ഒരു കഷ്ണം പോലും കിട്ടാത്ത സാമ്പാറിൻ്റെ വെള്ളവും പൊറോട്ടയും മാത്രമാണ് ബോയ്സ് കഴിച്ചുകൊണ്ടിരുന്നത്. അവർ വരാന്തയിലോ സ്റ്റേജിൻ്റെ ബാക്കിലോ കിടന്നുറങ്ങിയപ്പോൾ ഞങ്ങൾ റൂമിൽ കിടന്നുറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നിന്ന് ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത്, ഫിലിമിൻ്റെ സമയത്ത് 2005 മുതൽ 2004-05 സമയത്ത് ഫിലിം ഉള്ള സമയം മുതൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ വരെയുള്ള സമയത്ത് 2 സീന് 3 സീന് എന്നുള്ളതിൽ തുടങ്ങി. അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റും അല്ല, ഒരു നടിയുമല്ല, അതിനിടയിലുള്ള ഒരു നടി എന്നുള്ള രീതിയിൽ ഡയലോഗ് പറയാൻ അറിയുന്ന നടി, അതാണ് അതിൻ്റെ മാനദണ്ഡം. അങ്ങനെയുള്ളിടത്തുനിന്ന് അഭിനയിച്ച് വരുന്ന അന്ന് നമുക്കൊരു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ചായ കുടിച്ച് പൊള്ളിപ്പോയത്. ചെറിയ കുഞ്ഞു ഗ്ലാസ്സിലാണ് നമുക്ക്, സ്റ്റീൽ ഗ്ലാസ്സിൽ, ഞാൻ ബാക്കി പിന്നുള്ളവർക്ക് കുപ്പി ഗ്ലാസ്, പിന്നെ കപ്പ് എന്നുള്ള ആ കാറ്റഗറി. എന്നുവെച്ചാൽ എല്ലാവർക്കും കുപ്പി ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ പശുവും പാലും ഒക്കെ ധാരാളം ആയതുകൊണ്ട് നല്ല മുഴുത്ത ചായ നല്ല കടുപ്പത്ത് കുടിച്ചിട്ട് ഇവിടെ വന്ന് ഈ ഔൺസ് ഗ്ലാസ് കുടിക്കുന്ന സമയത്ത്, ഇത് ചെന്നൈയിലൊക്കെ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനത്തെ കുഞ്ഞു ഗ്ലാസ്സില്ല. അപ്പോൾ ഇതൊരു 4 ഗ്ലാസ് കുടിച്ചാലേ എനിക്കൊരു ചായ കുടിച്ച എഫക്റ്റൊക്കെ അങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ചോദിക്കാൻ മടി അങ്ങനെയുള്ള ഒരു ഇതാണ്. പിന്നെ നമുക്ക് AC റൂമൊക്കെ തരും, പക്ഷേ ഈ പറഞ്ഞ പോലെ AC ഉണ്ടാവില്ല, റിമോട്ട് ഉണ്ടാവില്ല അവിടെ. അപ്പോൾ അവർക്ക് 200 രൂപയാണ് അവർ ലാഭിക്കുന്നത്. അപ്പം നമ്മളേക്കും അടുത്ത സിനിമയ്ക്ക് ആകുമ്പോൾ നമുക്കൊരു AC റൂമൊക്കെ കിട്ടുമായിരിക്കും എന്നുള്ള ഒരു ഇതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ ഈ വാന്, അന്ന് കോസ്റ്റ്യൂമിനൊരു വാൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കർട്ടനിൽ ഷർട്ടും അല്ലെങ്കിൽ മുണ്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആ ഡ്രസ്സിൻ്റെ അകത്ത് നിന്നിട്ട്, ഡ്രൈവറുടെ ആ ഭാഗത്തുള്ള ആ ഗ്ലാസ്സൊക്കെ അടിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്നിട്ടാണ് നമ്മൾ ഡ്രസ്സ് മാറിയിട്ടുള്ളത്. പിന്നെ ഞാൻ വേറൊരു സിനിമയിലൊക്കെ പോയ സമയത്ത് അപ്പോൾ കാരവാനൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നടനും നടിക്കും മാത്രമേ കാരവാനുള്ളൂ, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്കൊന്നും കാരവാനും സംഭവങ്ങളും ഒന്നുമില്ല. കാരണം അത്രേ കാരവാനൊക്കെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഒരു മഴ നനഞ്ഞിട്ടുള്ള കുറേ ഒരു സീനാണ്. അപ്പോൾ ഓടി വരുന്നതൊക്കെ ഒരു ഇതാണ്. അപ്പോൾ അത് രാവിലെ മുതൽ ഈ മഴ കറക്റ്റ് ആവുന്നില്ല, ഇങ്ങോട്ട് ഈ മഴ ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ ഈ ഓസ് അടിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടൊക്കെ മഴകൊള്ളല്ല, നമുക്ക് വേണ്ടിയിട്ട് ഡ്യൂപ്പൊന്നും വന്ന് നിൽക്കില്ലല്ലോ, നമ്മൾ തന്നെ പോയി പൊസിഷൻ നിൽക്കേണ്ട
ഒരിതാണ്. പ്രത്യേകിച്ച് മഴ ആയതുകൊണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർമാരും വന്ന് നിൽക്കില്ല. അപ്പം എന്നെ തന്നെ മഴ നനയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഓടുന്നു, അത് റെഡി ആവുന്നില്ല, അവിടെ എത്തുമ്പോഴത്തേക്ക് വേറെ അങ്ങനെ ഉച്ചവരെ മഴ, വൈകുന്നേരം മഴ, വൈകുന്നേരം ആയപ്പോഴാണ് ആ സീൻ ഒരു 5-6 മണിയൊക്കെ ആയപ്പോഴാണ് അത് തീർന്നത്. അപ്പോഴത്തേക്ക് അവിടുന്ന് ലൊക്കേഷനിൽ നിന്ന് എല്ലാവർക്കും ഇറങ്ങേണ്ടി വന്നു. കാരണം അവിടുത്തെ പെർമിഷൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. നമ്മളൊക്കെ അതിന് ഡ്രസ്സ് മാറ്റണം, അങ്ങനെ നനഞ്ഞ് കുതിർന്നിട്ടാണ് നമ്മൾ. അപ്പം നമുക്ക് ഇരിക്കാൻ ചെയറില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. നമ്മൾ ചോറൊക്കെ നിന്നിട്ടാണ് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ കഴിക്കുന്ന ഇതാണ്. അപ്പോഴും നമുക്കൊരു ഇരിക്കാനൊരു അവസരം ഇല്ലാതെ നമ്മൾ കാരവാനിൽ, അപ്പോൾ അവിടെ നിന്ന് ഒരു മാനേജർ ഇതിൽ പോയിട്ട് മാറ്റിക്കോളും എല്ലായിടത്തും അപ്പോൾ അയാളുടെ പെങ്ങളുമാരെ ആരും മാറ്റിക്കോളാൻ പറഞ്ഞിട്ട് അതെനിക്ക് തുറന്നു വന്നു. അപ്പം ഞാൻ തുറന്ന് അതിനകത്ത് നിന്ന് ബാത്റൂമിൽ നിന്ന് ഡ്രസ്സ് ഇതൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴാണ് കാരവാൻ്റെ ഡ്രൈവർ ഇവരറിയുന്നത്. അയാൾ വന്നിട്ട് അന്ന് പറഞ്ഞ ചീത്ത ഞാൻ എൻ്റെ ജന്മത്ത് മറക്കൂല. അത്രയും പറഞ്ഞത് അന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ണുനീരല്ല വരുന്നത്, നമ്മളെ കണ്ണിൽ നിന്ന് ചോര പൊടിയുന്നത് പോലുള്ള ഒരവസ്ഥ വരും. എനിക്കും എപ്പോഴെങ്കിലും ഒരു കാരവാൻ ഉണ്ടാവുന്ന ഒരു കാലം ഉണ്ടാവും, ഇപ്പം ഉണ്ട് കേട്ടോ എന്നുള്ള ഒരു സിറ്റുവേഷൻ. പിന്നെ നമുക്ക് പലപ്പോഴും എനിക്ക് ഇപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ നമ്മളെ ചന്തയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ വില പേശൂലേ, ഇത് അല്ല 100 ഇല്ല, 50 ഇല്ല, 25 ഇല്ല, 15 ഇല്ല, അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കങ്ങ് വയ്യാണ്ടാവും. എന്തിനാണെന്നൊക്കെ നമുക്ക് തോന്നുന്ന അത്രയും തരത്തിലേക്ക് നമ്മളെ പല ആളുകളായിട്ട് മാനേജർ കഴിഞ്ഞ് അവർ കഴിഞ്ഞ് കൺട്രോളർ, അപ്പോൾ അവരൊക്കെ വിളിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവസാനം ഒരു മുറുക്കലില്ല, ഇതിലങ്ങ് ഉറപ്പിക്കുന്നു പറഞ്ഞിട്ട് നമ്മളങ്ങനെ തൂക്കിയിടും. ഒരു ജീവൻ മാത്രമേ അതുണ്ടാവുള്ളൂ. അതായത് മിനിമത്തിൽ നിൽക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്നാൽ പിന്നെ വേറെ ഏതെങ്കിലും ജോലിക്ക് പോയിക്കൂടെ എന്നുള്ളൊരു ഇതുണ്ടാവും. നമുക്ക് ഈ ഒരു മീഡിയത്തോടുള്ള ഓരോരുത്തർക്കും ഓരോന്നിനോടല്ലേ ഇഷ്ടം ഉണ്ടാവുക. ഒരു ലോട്ടറി എടുക്കുന്നില്ലായിരിക്കും ഹരം കണ്ടത്. അപ്പം നമുക്ക് ഈ മീഡിയത്തിനോടുള്ള ഒരു ഇഷ്ടമുണ്ട്, അത് വിട്ടു പോകാൻ പറ്റില്ല. നമ്മൾ ഇതാണ് പഠിച്ചത്, നമുക്ക് വേറെ പണി അറിയില്ല. രണ്ടാമത്തത്, എന്നാൽ ഈ പറഞ്ഞ പൈസ അവർ തരിക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ടില്ല. കുറച്ച് തരും, പിന്നെ കുറച്ച് തരും, വില പേശിയിട്ട് അത്. പിന്നെ അത് കഴിഞ്ഞ് ഡബ്ബിങ്ങിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഇല്ലാത്ത പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ വിചാരിക്കും, ഞാൻ പലരോടും പറഞ്ഞു, ചേട്ടാ വീടും സ്ഥലവും എൻ്റെ പേരിലാണ്, ഞാനത് വിറ്റിട്ട് തന്നോട്ടെ. ലേഡി പ്രൊഡ്യൂസേഴ്സും അതിലുണ്ട്. അപ്പം അവർ ഒരു TA ചോദിച്ച ഇതിന് വേണ്ടിയിട്ട്, സുരഭി എന്നും എന്നോട് ഇങ്ങനെ സീരിയൽ നടിമാരെ പോലെ പെരുമാറരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീരിയൽ നടിമാർക്ക് എന്താണ് പ്രശ്നം? ഞാൻ സീരിയലിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവരുടെ വണ്ടിക്കൂലി ചോദിക്കുന്നത് ഭയങ്കര വിഷയമായിട്ട് എനിക്ക് കേൾക്കണ്ടാത്ത കുറേ കാര്യങ്ങൾ കേട്ടിട്ട് അവരിട്ട് തന്ന പൈസ ഞാൻ അതേപോലെ കൊടുത്തു. ഞങ്ങൾക്ക് സീരിയലിൽ നിന്ന് വരുന്ന നടിമാരാണെങ്കിലും നാടകത്തിൽ നിന്ന് വരുന്നവരാണെങ്കിലും സിനിമാക്കാരൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളും ഒരു സ്ത്രീയാണ്, നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം, നിങ്ങളുടെ പൈസ നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ള അനുഭവവും ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള, അതായത് കുറേ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ്. അതിൽ മീഡിയ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സ്ഥലത്തേക്ക് മാത്രം കുറച്ച് ഫോക്കസ് ആയി പോയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈംഗികാരോപണങ്ങൾ മാത്രമല്ല, കുറേ കാര്യങ്ങൾ അത് ഈ ഒരു ഇതിലുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ കുറേ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് അതിന് വേണ്ട ഒരു പോലീസുകാരില്ലാണ്ട് ഇതിനൊക്കെ ഒന്ന് ഇത് ചെയ്യാനൊരു സിസ്റ്റം വേണ്ടേ. അപ്പം നമ്മൾ അത്തരത്തിലുള്ളൊരു സിസ്റ്റം ഉണ്ടാവാനുള്ളതിൽ ഒരു മൂവ്മെൻ്റ് ആയിട്ട് ഇത് വന്നതിൽ വളരെയധികം സന്തോഷം ഉള്ള ഒരാളാണ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു കാര്യം കൂടെ നമ്മളൊരു 20 വർഷം മുമ്പുള്ള റോഡല്ല നമ്മളുടെ, 20 വർഷം മുമ്പുള്ള ഒരു നാടല്ല അത്. അപ്പം ഞാനിപ്പോൾ ഒരു 10-20 വർഷമാകുമ്പോൾ അതിൽ നിന്ന് സിനിമ ഒരുപാട് മാറി. അത് ഓരോ സെറ്റിലെത്തുമ്പോഴും നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമയിലെത്തുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് ഒരു ദിവസം വന്ന് പോകുന്ന അവർക്ക് ആണുങ്ങൾക്ക് പ്രത്യേകം ഡ്രസ്സ് മാറാനും ഇത് ചെയ്യാനും ഉള്ളത്, എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ചെയറുകൾ ഉള്ള ഒരു സിനിമാ സെറ്റിലേക്ക് എത്തി. നമ്മുടെ ARMലാണെങ്കിലും അതുണ്ടായിരുന്നു, ഗെറ്റ് സെറ്റ് ബേബിയിലാണെങ്കിലും അതുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത് ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ആ തരത്തിലേക്ക് സിനിമയിൽ പ്രവർത്തിക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളിലും ഇതെല്ലാം പലതരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഒരു മാറ്റവും ഇതിന് വന്നു. അപ്പോൾ അന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സമൂഹത്തിൽ എല്ലാ മേഖലയിലും വന്നതുപോലെയുള്ള തരത്തിലുള്ള മാറ്റങ്ങൾ വളരെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ
ഈ പറഞ്ഞ പോലെ ഹേമ കമ്മിറ്റിയിൽ ഒന്നും പറയാനൊന്നും പോയിട്ടില്ല, എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ഞാൻ ആ 250 എത്ര പേജ് ഉണ്ടെന്നല്ലേ, അതൊന്നും വായിച്ചിട്ടുമില്ല കേട്ടോ. ഇത് എൻ്റെ പേഴ്സണൽ മാത്രമായിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു എഗ്രിമെൻറ്റ്, പ്രൊഡ്യൂസേഴ്സ് എഗ്രിമെൻറ്റ് വെക്കും, അതിൻ്റെ ഒരു കോപ്പി പോലും എനിക്ക് കിട്ടിയിട്ടില്ല, തന്നിട്ടില്ല. നമ്മൾ ചോദിച്ചാൽ അത് പിന്നെ അത് നമുക്ക് തരേണ്ട ഒരു കാര്യമില്ല, അത് നമ്മൾ വെക്കേണ്ടതാണെന്നുള്ള രീതിയിൽ അവർ ചെയ്തിട്ടേ ഉള്ളൂ. നമുക്കൊരു അഗ്രിമെൻ്റ് എന്തെങ്കിലും ഒരു കാര്യം പറയാനോ അതും അങ്ങനെയുള്ളതും എന്താ ഇതിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടോ എന്നുള്ളത് തോന്നും. പലതരം സ്കൂളുകളാണ് ഇപ്പോഴും നമ്മളുടെ മലയാള സിനിമ തന്നെ. അത്രയും ഒരു 75 എത്ര വർഷമായിട്ടുണ്ടാവും അല്ലേ, അത്രയും ഓർഗനൈസ്ഡ് അല്ലല്ലോ, ആയി വരുന്നുണ്ട്. അപ്പം അതിന് ഇത്തരത്തിൽ മൂവ്മെൻറ്റുകളോട് കൂടിയിട്ട് അതായി വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ സാറുമാരൊന്നുമില്ല, കുട്ടികളെല്ലാവരും വരുന്നു, ബെല്ലടിക്കുന്നു, സ്കൂളിൽ കയറുന്നു, അവർ കലവില പറയുന്നു, ഹെഡ് മാഷ് വരുന്നു, എന്തെങ്കിലും പറയുന്നു, വിടുന്നു. വേറൊരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് കൃത്യമായ അധ്യാപകരുണ്ട്, ഇതൊക്കെ ഉണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ പഠിക്കേണ്ട, പരീക്ഷ ഒന്നുമില്ല. അങ്ങനെ വേറെ സ്ഥലത്ത് അതിന് രാവിലെ ഇത്ര മണിക്ക് എത്തണം, ഇത്ര മണിക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന വളരെ സിസ്റ്റം. അപ്പം എന്നെ പോലുള്ള ഒരു ആക്ട്രസ് എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാത്തിലും ഒരു 10 പ്രൊഡ്യൂസർമാർ കട്ടയിട്ട് എടുക്കുന്ന ഒരു സിനിമയിലും ഉണ്ടാവും, വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു കമ്പനിയുടെ സിനിമയിലും ഉണ്ട്, ഒരു പ്രൊഡ്യൂസറുള്ള സിനിമയിലുണ്ട്, 2 പ്രൊഡ്യൂസർ, ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സിനിമയിലും 10ലും 10 വിധമാണ്. അപ്പം ഓരോന്നിനനുസരിച്ച് നമ്മളിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക. അപ്പം അതിനൊക്കെ ഏകദേശം ഒരു സ്ട്രക്ചർ ഈ പറഞ്ഞ പോലെ. പിന്നെ സിനിമയുടെ വർക്കിംഗ് സ്പേസ് പറഞ്ഞ IT കമ്പനി പോലെ ഒരു റൂമല്ല. ഇന്ന് ഇപ്പം ഒരു പാലത്തിൻ്റെ അടിയിലാണെങ്കിൽ നാളെ ഹയാത്തിലാണ് ലൊക്കേഷൻ. അപ്പോൾ ആ വർക്ക് സ്പേസും ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ സ്വഭാവവും വളരെ വ്യക്തമായിട്ടൊക്കെ മാറും. അപ്പം ഇതൊരു നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കമാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കും. അപ്പോൾ സുരഭി ഇപ്പം ഈ ഓണക്കാലം സ്പെഷ്യലാണെന്ന് പറഞ്ഞ പോലെ ഇനി സുരഭിയുടെ കരിയറിൽ അങ്ങോട്ട് സുരഭി അർഹിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ വരട്ടെ, സിനിമയിൽ നിറഞ്ഞിരിക്കട്ടെ, നല്ല നല്ല പെർഫോം ചെയ്യാൻ അത്രയും സ്പേസ് ഉള്ള കഥാപാത്രങ്ങൾ വരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഇനി ഈ ഓണക്കാലത്ത് ARM ഇപ്പോൾ കുറേ പേര് കണ്ടു, നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയുന്നു, വളരെയധികം സന്തോഷമുണ്ട്. ബാക്കി കുട്ടികളെല്ലാവരെയും ചേർത്ത് 3D സിനിമകളൊക്കെ എപ്പോഴും ഉണ്ടാവില്ല, ബറൂസ് വരാനുണ്ട്, എന്നാൽ കൂടി ഈ ARMന് നമ്മളെ പിള്ളേരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കുടുംബത്തോടൊപ്പം കാണാത്തവരെല്ലാവരും പോയി കാണുക. മാതൃഭൂമിയുടെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.